ഓണച്ചിത്ര വിശേഷങ്ങൾ അതാണ് ഇന്നത്തെ സുപ്രധാന വിഷയം. ഓഗസ്റ്റ് 7-ാം തീയതിയാണ് വിസ്മയ മോഹൻലാൽ നായികയായി എത്തുന്ന കംപ്ലീറ്റ് ആക്ടർ സുപ്രധാന കഥാപാത്രത്തെ കൈയാളുന്ന തുടക്കം എന്ന സിനിമ പ്രദർശനത്തിന് എത്തുന്നത്. 2018 എന്ന സിനിമയുടെ അത്ഭുത വിജയത്തിന് ശേഷം ജൂഡ് ആന്റണി അണിയിച്ചൊരുക്കുന്ന ഹൈറേഞ്ചിന്റെ പശ്ചാത്തലത്തിൽ ഇടിമുഴക്കം പോലെ ഇതൾ വിരിയുന്ന ഒരാക്ഷൻ പാക്ട് ത്രില്ലറാവും ഈ സിനിമ എന്നതാണ് എന്റെ അറിവ്. സിനിമയിലെ നായികയുടെ പേരിനെ അന്വർത്ഥമാക്കും വിധം ഒരു വിസ്മയ വിജയം ഈ സിനിമ നേടിയെടുക്കട്ടെ. 14-ാം തീയതിയാണ് ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം വെങ്കി അറ്റ് ലൂരി സംവിധാനം ചെയ്യുന്ന സൂര്യയുടെ വിശ്വനാഥ് ആൻഡ് സൺസ് റിലീസിനെത്തുന്നത്. നായികയായി വരുന്നത് നമ്മുടെ മമിതയാണ്. റിലീസിന് മുമ്പ് തന്നെ സൂര്യയുടെ ഏറ്റവും വലിയ പ്രീസെയിൽ കളക്ഷൻ സിനിമ നേടിയെടുത്തു എന്നതാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് പ്രധാന റിലീസ് ഓഗസ്റ്റ് 20-നാണ്. വൈശാഖ് ടർബോജോസ് എന്ന കഥാപാത്രമായി മെഗാസ്റ്റാർ കസറിയ സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ഖലീഫ 1, 2 ഭാഗങ്ങൾ, അതിലെ ഫസ്റ്റ് പാർട്ടാണ് 20-ാം തീയതി എത്തുന്നത്. മോഹൻലാലും പൃഥ്വിരാജും 2 സിനിമകളിലും പ്രധാന കഥാപാത്രങ്ങളെ കൈയാളുന്നു എന്ന പ്രത്യേകതയുണ്ട്. വലിയ ക്യാൻവാസിൽ വലിയ മുതൽ മുടക്കിൽ ചെയ്യുന്ന ഒരത്ഭുത സിനിമയാണ് ഖലീഫ. അത്രത്തോളം തന്നെ സിനിമയും വിജയം വരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ദിവസം തന്നെ എത്തുന്ന മറ്റൊരു സിനിമയാണ് നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന DQ നായകനായി വരുന്ന ഐ ആം ഗെയിം എന്ന സിനിമ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ദുൽഖർ സൽമാന്റേതായി ഒരു മലയാള സിനിമ റിലീസിനെത്തുന്നത്. തന്റെ സ്വപ്ന പദ്ധതിയായി നഹാസ് ഹിദായത്ത് അണിയിച്ചൊരുക്കുന്ന ഈ സിനിമ സ്വപ്നങ്ങൾക്കപ്പുറമുള്ള ഒരു വിജയം തന്നെ നേടിയെടുക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. എറണാകുളം സരിത തിയേറ്ററിന്റെ റീ ഓപ്പണിംഗിൽ വരുന്ന ആദ്യ ചിത്രമാണ് ഐ ആം ഗെയിം എന്ന പ്രത്യേകത കൂടി സിനിമയ്ക്കുണ്ട്. പിന്നീട് വരുന്നത് ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ വരുന്ന യാഷിന്റെ ടോക്സിക് എന്ന സിനിമയാണ്. KGF 1, 2 പരമ്പരകളുടെ മഹാവിജയത്തിന് ശേഷം അദ്ദേഹം നായകനായി വരുന്ന നമ്മുടെ സ്വന്തം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന സിനിമ, ആകാശവലിപ്പമുള്ള ആ ചിത്രവും അതിനപ്പുറമുള്ള ഒരു വിജയം, മഹാവിജയം തന്നെ നേടിയെടുക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. നിർത്തുന്നു പ്രൊസസോൺ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന റിക്വസ്റ്റോടെ.